ട്രിപ്പ് പോവാന്ന് പറയുമ്പോൾ എന്താ സാധാരണ മനസ്സിൽ വരിക? എൻ്റെ മനസ്സിൽ വരുന്നത് എന്ത് ഔട്ട്ഫിറ്റാണ് ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഒന്നാമത് കംഫർട്ടബിൾ ആയിരിക്കണം, രണ്ടാമത് ഫ്ലൈറ്റിലെ തണുപ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും പറ്റണം. പുറത്തിറങ്ങുമ്പോൾ ചൂടായിരിക്കുകയും ചെയ്യും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. തന്നെയല്ല, ഒരു ലേഡീസ് ട്രിപ്പ് ആകുമ്പോൾ സ്റ്റൈലും കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഇത്തവണ എൻ്റെ ലേഡീസ് ട്രിപ്പിന് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് പോകാം. ഈ ഞങ്ങളെന്ന് വെച്ചാൽ ഈ കാണുന്ന ഞങ്ങൾ 4 പേരും കേട്ടോ. ഇപ്പോൾ രാവിലെയാണ്, അതുകൊണ്ട് ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ഡാലസിലെത്തണം. അവിടെ നിന്ന് വീണ്ടും ഫ്ലൈ ചെയ്ത് സിയാറ്റിലേക്ക് പോകണം. ഞങ്ങൾ താമസിക്കുന്ന ജാക്സൺവില്ലിൽ നിന്നും ഈ സിയാറ്റിൽ ആയിട്ടുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്, അത്രയും ദൂരവുമുണ്ട്. 5-5.5 മണിക്കൂർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബോറടി ആണെങ്കിലും കൂട്ടുകാർ കൂടി പോകുമ്പോൾ അതൊന്നും ഒരു ബോറടി ആവത്തേയില്ല. സമയം പോകുന്നത് അറിയേയില്ല. എയർപോർട്ടിൽ തന്നെ ഇവിടെ കാർ റെൻറ്റ് ചെയ്യാൻ കിട്ടും. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം സിയാറ്റിൽ ടൈം വൈകുന്നേരമായിട്ടും ഞങ്ങൾ കാർ റെൻറ്റ് ചെയ്ത് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി അടുത്ത ദിവസത്തെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ട്രിപ്പ് കോർഡിനേറ്റർ രാജി രാവിലെ തന്നെ അന്നത്തെ പ്ലാൻ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ കാണുന്നത് ആമസോൺ സ്ഫിയർ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം, 10 മണിയോടുകൂടി ആയിരുന്നു. ഞങ്ങൾ സ്പേസ് നീഡിലേക്കാണ് ആദ്യം തന്നെ പോയത്. സ്പേസ് നീഡിലിന് 605 ഫീറ്റ്, അതായത് 184 മീറ്റർ ഉയരമാണുള്ളത്. നമുക്കതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് വഴി പോകാം. നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കണം. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിരുന്നു രാജി. അങ്ങനെ ഞങ്ങൾ മുകൾ ഭാഗത്തെത്തി. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ചു. ഹൈറ്റ്സൊക്കെ അല്പം പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എങ്കിലും ഇത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ കോഫി കടയിൽ നിന്ന് ഒരു കോഫി വാങ്ങി കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടും എന്ന് പറയുന്ന പോലെ ഉയരം കൂടും തോറും കോഫിക്കും വില കൂടും. അതിന് തൊട്ട് താഴെയുള്ളത് റിവോൾവിങ് മിറർ ഫ്ലോർ ആണ്. പക്ഷേ എനിക്ക് ഹൈറ്റ്സ് പേടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അവിടുന്ന് നോക്കാനൊക്കെ ഒരു ഭയമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ധാരാളം മെമൻറ്റോസ് ഉള്ള ഏരിയ കാണാം. അവിടുന്ന് ഒരു മെമൻറ്റോ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലതും നോക്കിയെടുത്ത് എനിക്ക് കൊണ്ടുവരാൻ എളുപ്പമുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു ചെറിയ മെമൻറ്റോ ഞാൻ സ്വന്തമാക്കി. ആദ്യം ഞാൻ ഇതാണ് എടുത്തതെങ്കിലും പിന്നീട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയ ഇതായതുകൊണ്ട്, ചെറുതായതുകൊണ്ട് കയ്യിലൊതുങ്ങുന്നതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ അവിടുന്ന് നമ്മൾ മാർക്കറ്റ് പ്ലേസ് ആണ്, അതൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് സിയാറ്റിലെ മാർക്കറ്റ് പ്ലേസ്. അവിടേക്കാണ് പോയത്. അവിടെ കുറേ നേരം ചുറ്റി നടന്ന ശേഷം പിന്നീട് അന്നത്തെ ഞങ്ങളുടെ പ്ലാന് സ്നോക്കാൽമി വാട്ടർഫോളിൽ ഞങ്ങളുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യുക എന്നതായിരുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത് ഈ മൗണ്ട് റെയിനിയർ ആണ്. അടുത്ത വീഡിയോയിൽ അതായിട്ട് നമുക്ക് കാണാം. അതായിരിക്കും. ബൈ ബൈ.